ഒരൊറ്റ കാര്യമാ അപ്പോസ്തലന്. അതുപോലെ തന്നെ അപ്പോസ്തലനായ ക്രിസ്തു, മഹാപുരോഹിതനായ ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നാം ഭയപ്പെട്ടു പോകേണ്ട, നാം ക്ഷീണിച്ചു പോകേണ്ട. ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്, ഒരു അപ്പോസ്തലൻ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കുവാൻ ഒരു ഇടം ഉണ്ട് എന്ന് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ്. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് സംസാരിച്ച ചില വേദഭാഗങ്ങളാ. അപ്പോസ്തലൻ ആരാണ്? അപ്പോസ്തലൻ, അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോസ്റ്റൽസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അപ്പോസ്തലൻ എന്ന പദം ഉളവാകുവാനിടയായി തീർന്നത്. അപ്പോൾ ഈ അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. എന്താണ് അയക്കപ്പെട്ട? ആരാൽ അയക്കപ്പെട്ടു? എന്തായാലും അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ആരോ ഒരാൾ അയച്ചതാണെന്നതിനകത്തു വ്യക്തമാണ്. അപ്പോസ്തലൻ പ്രത്യേക ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവനാണ്. നാം സ്വീകരിച്ചു പറയുന്ന ഈ അപ്പോസ്തലൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുക, ഈ അപ്പോസ്തലൻ എന്തിനു വേണ്ടിയാ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത്? എന്തിന് ഈ അപ്പോസ്തലൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിയോ? എന്തിനു വേണ്ടിയാ? അയച്ച വ്യക്തിയോട് കണക്ക് ബോധിപ്പിക്കണം ഈ അപ്പോസ്തലൻ. അപ്പോൾ ഈ അപ്പോസ്തലൻ പാപച്ചെളിയിൽ കിടക്കുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. എങ്ങനെ മനുഷ്യൻ പാപം ചെയ്തു? ജന്മപാപവും കർമ്മപാപവും മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ആദ്യ സമയത്ത് ഏദൻ ഭവനത്തിൽ നമുക്കറിയാം, ദൈവം പറഞ്ഞതനുസരിക്കാതെ ആദമും ഹൗവയും പാപം ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിക്കുവാനിടയായി. തന്നിമിത്തമായി ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അവർ വീണ്ടും ആ തോട്ടത്തിനകത്തേക്ക് കയറാതിരിക്കാൻ അവിടെ കെരൂബുകളെ അവിടെ കാവൽ നിർത്തുവാനിടയായി തീർന്നു. പുറത്താക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിങ്കൽ നിന്ന് അകലം വിട്ട് സഞ്ചരിച്ച മനുഷ്യൻ, ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ഈ മനുഷ്യനെ എങ്ങനെയും വീണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി തരുവാനിടയായി തീർന്നു. തന്റെ അവസാന തുള്ളി രക്തം വരെയോ നമുക്കായി ഊറ്റിത്തരുവാനിടയായി തീർന്നു. നമുക്ക് വേണ്ടി താൻ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തത്താൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ആര് നമുക്ക് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകും? ആരും മനുഷ്യനെ രക്ഷിക്കുവാൻ പാപത്തിന്റെ അഗാധ കൂപത്തിൽ കിടന്ന് ആ നാശകരമായ കുഴിയിലേക്ക് പോകാതെ, നരകത്തിന്റെ തീപ്പൊയ്കയിൽ തള്ളിപ്പോകാതെ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരുവൻ കാൽവറിയിൽ തകർക്കപ്പെടുവാൻ തീരുമാനമെടുത്തപ്പോൾ അവനെ ഭൂമിയിലേക്ക് അയക്കുവാൻ, തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം കർത്താവ് യഹോവയായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മനുഷ്യനെ സ്നേഹിച്ചത് നിമിത്തം ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനെ
ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കണം, പാപത്തിന്റെ അഗാധ കൂപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കണം, നമ്മെ രക്ഷിക്കണം, നമ്മെ വീണ്ടെടുത്ത നിത്യരാജ്യത്തിന്, നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി മാറ്റണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നിങ്ങൾ വെറുതെയല്ല കഷ്ടം അനുഭവിക്കുന്നത്, നിങ്ങൾ വെറുതെയല്ല വേദനയിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു വിളിയുണ്ട്, ഒരു വിളിയുടെ ആഴം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന നമ്മുടെ അപ്പോസ്തലൻ, നാം സ്വീകരിച്ചു പറയുന്ന നമ്മുടെ അപ്പോസ്തലൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. നമ്മുടെ അപ്പോസ്തലൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കണം. അതിനുവേണ്ടി കർത്താവ് എന്താ ചെയ്തത്? ക്രൂശിനെ സഹിക്കുവാനിടയായി. അവൻ ക്രൂശിനെ സഹിക്കുവാനിടയായി, അപമാനം അലക്ഷ്യമാക്കി. എന്തിനു വേണ്ടിയാ? മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷം ഓർത്തുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കുവാനിടയായി തീർന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുൻപ് 9 മാസം 9 നാഴിക 9 ദിനാഴിക ഒരു സഹോദരി അനുഭവിക്കുന്ന വേദനയുണ്ട്, ഒരു കഷ്ടതയുണ്ട്. ജീവിതത്തിൽ ആ കുഞ്ഞു പുറത്തു വരുന്നത് വരെയും അവൾ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ആ കുഞ്ഞു പുറത്തു വന്നു കഴിഞ്ഞാൽ അവൾ അവളുടെ വേദന മറക്കുവാനിടയായി തീരും, അവൾ അവളുടെ സങ്കടം മറക്കുവാനിടയായി തീരും. ആ കുഞ്ഞിനെ ഓർത്തിട്ട് അവൾ അവളുടെ സങ്കടം മുഴുവൻ മറക്കുവാൻ, അവളുടെ കഷ്ടത മറക്കുവാനിടയായി തീരുമെങ്കിൽ ഇന്നു രാത്രി ദൈവാത്മാവ് ചിലരെ നോക്കി പറയുകയാ, നിന്റെ കഷ്ടത മറക്കുവാൻ, നിന്റെ വേദന മറക്കുവാൻ, നിന്റെ നിന്നെ ഓർക്കുവാൻ നമ്മുടെ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടുവാനിടയായി തീർന്നു. കാൽവറിയിൽ തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി തരുവാനിടയായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി അവൻ അയക്കപ്പെട്ടത് കൊണ്ടാ. നമുക്ക് വേണ്ടി അവൻ ശാപമായി തീരുവാനിടയായി, നമുക്ക് വേണ്ടി അവൻ തകർക്കപ്പെടുവാനിടയായി തീർന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും വായിക്കുന്ന വേദഭാഗമാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. നമ്മുടെ അരുമനാഥൻ അനുഭവിച്ച ആ കഷ്ടതയുടെ ആഴം എത്രയാണെന്ന് അത് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ തകർന്നു ഇരിക്കുന്നു. ഇന്നു രാത്രി മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാ അരുമനാഥൻ ക്രൂശിനെ സഹിക്കുവാനിടയായി തീർന്നത്? എന്തിനു വേണ്ടിയാ? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി.
ഓ ജീസസ്, താങ്ക് യു ലോർഡ്. നാം എല്ലാവരും തെറ്റിപ്പോയവരായിരുന്നു. നാം എല്ലാവരും തെറ്റിപ്പോയവരായിരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ വഴിക്ക് നമ്മുടെ ഇഷ്ടത്തിന് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം, നമ്മുടെ പാപം അവൻ ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ ഭരമേൽപ്പിക്കുവാനിടയായി നമ്മുടെ അകൃത്യത്തെ അവൻ ചുമക്കുവാനിടയായി തീർന്നു. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിന്മേൽ മരിക്കുന്നവൻ ശാപഗ്രസ്തനെന്ന് റോമക്കാരുടെ നിയമമാ. ക്രൂശിലാരെങ്കിലും ക്രൂശിലാരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ അവൻ ശാപഗ്രസ്തനാ. ആ ശാപം നമ്മുടെ കർത്താവ് ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. ആ കർത്താവ് നമ്മുടെ ശാപം ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. അതിന്റെ 53-10 വാക്യത്തിൽ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയോ ദീർഘായുസ് പ്രാപിക്കുകയോ യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യോ. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകൂ. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. എന്തിനു വേണ്ടിയാ? നമ്മുടെ അരുമനാഥൻ ക്രൂശിനെ സഹിക്കുവാനിടയായി തീർന്നത്. ഈ രാത്രി മറന്നു പോകരുത്. നമുക്കോരോരുത്തർക്കും വേണ്ടി ആ ക്രൂശിനെ കർത്താവ് സഹിച്ചു. തന്റെ അപമാനം താൻ അലക്ഷ്യമാക്കി മാറ്റി. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുന്ന, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന ആ സ്നേഹമോർത്ത്, സന്തോഷമോർത്ത് അവൻ തന്റെ അപമാനം അലക്ഷ്യമാക്കുവാനിടയായി തീർന്നു. ആ ക്രിസ്തു ഇപ്പോൾ എവിടെ ഇരിക്കുകയാ? ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാ. ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് കർത്താവ് പക്ഷവാദം ചെയ്യുകയാ. നമുക്ക് വേണ്ടി അവൻ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാ. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുമ്പോൾ, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ നമ്മെ വഴി നടത്തുവാൻ വേണ്ടി ആക്കി വെച്ചിട്ട് ഉയരത്തിലേക്ക് കയറി പോകുവാനിടയായി തീർന്നു. ഉയരത്തിലേക്ക് കർത്താവ് കയറി പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്തുകൊണ്ടാ നമുക്ക് ശിക്ഷാവിധി ഇല്ലാത്തത്? എന്തുകൊണ്ടാ നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു? നമ്മുടെ അകൃത്യങ്ങൾ അവൻ വഹിക്കുവാനിടയായി തീർന്നു. നമുക്ക് വേണ്ടി തന്റെ അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കി തരുവാനിടയായി തീർന്നു. അടുത്ത ഭാഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവൻ മഹാപുരോഹിതനാ, അപ്പോസ്തലൻ അയക്കപ്പെട്ടവനാ, ദേഹോവയായ ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തലനാ നമ്മുടെ ക്രിസ്തു. അതുപോലെ നമ്മുടെ ക്രിസ്തു ആരാ? മഹാപുരോഹിതനാ. ഈ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. നമുക്കറിയാം, എബ്രായ ലേഖനത്തില് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരെ കാട്ടിൽ, മോശയെ കാട്ടിൽ വലിയവൻ, അഹരോനെ കാട്ടിൽ വലിയവൻ,
പ്രവാചകന്മാരെക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തെക്കാട്ടിൽ വലിയവൻ, എല്ലാറ്റിനേക്കാളും വലിയവനെന്ന്, യേശു കർത്താവ് വലിയവനാണെന്ന് ഇവിടെ എഴുത്തുകാരൻ വ്യക്തമായി എഴുതി കാണിക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എബ്രായയിലുള്ള ക്രിസ്ത്യാനികൾ അവർ ഭാരപ്പെടുകയാ, അവർ വേദനപ്പെടുകയാ. സമ്പത്തുകളുടെ അപഹാരം അവർക്ക് നേരിടേണ്ടി വന്നു. അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തകാഴ്ചയായി ഭവിച്ച് ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം നിങ്ങളൊന്ന് ഓർത്തുകൊള്ളി. നിങ്ങൾക്കൊരു പൂർവകാലം ഉണ്ടായിരുന്നു. നിങ്ങൾ വളരെ കഷ്ടതയിലൂടെയും വളരെ വേദനയിലൂടെയും കൂത്തുകാഴ്ചയായി തീരേണ്ട അവസ്ഥയിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നുപോയി. അങ്ങനെയുള്ള ഒരു പൂർവകാലം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ, അതിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നാം ക്ഷീണിച്ചു പോകരുത്, നാം അടുത്തു പോകരുത്. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കും. ദൈവിക ബലം നമ്മോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരോ. അതുകൊണ്ട് ഈ മഹാപുരോഹിതൻ, നമുക്കറിയാം പഴയ നിയമം നാം പഠിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്താണെന്ന് നമുക്കറിയാം. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ജനത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുന്നത് നമുക്കറിയാം. കാലിൽ ചങ്ങലയും കൊണ്ട് അകത്തേക്ക് മഹാപുരോഹിതൻ കടന്നു പോകുന്നത് കാരണം എന്താണെന്ന് അറിയുമോ? അകത്ത് ചെല്ലുമ്പോൾ മഹാപുരോഹിതന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ അവിടെ വീണു മരിച്ച ആർക്കും അകത്തേക്ക് കയറി ഇദ്ദേഹത്തെ എടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ആ കാൽ കെട്ടിയിരിക്കുന്ന ചങ്ങല പുറത്തേക്ക് വലിച്ച് ഈ പുരോഹിതനെ പുറത്തെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത്രയും അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് ഈ പുരോഹിതൻ പാപപരിഹാരവുമായി കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് ഈ മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ, ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു ഒരിക്കലായിട്ട് തനേക യാഗം കഴിച്ച് ഇപ്പോൾ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് സ്വസ്ഥതയോടെ ഇരിക്കുകയാ. ഈ നമ്മുടെ മഹാപുരോഹിതൻ ഇതാ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാ. എന്തിനാ ഇരിക്കുന്നേ? നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ. പഴയ നിയമ പുരോഹിതന്മാർ പാപയാഗം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ഏകയാഗമായി തന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് നമ്മുടെ നാഥനായ ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഈ നല്ല മഹാപുരോഹിതൻ, ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് ഉയരത്തിൽ ഇരിക്കുകയാ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജാവ്. അവൻ എത്രയും വേഗത്തിൽ വരും, നമ്മെ ചേർക്കുവാൻ, നമ്മെ ചേർത്ത് നിർത്തുവാൻ. നമ്മുടെ അരുമനാഥൻ എത്രയും വേഗത്തിൽ വരും. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ഓടുവാൻ തയ്യാറാകണം. നിശ്ചയം ഇല്ലാത്തവണ്ണമല്ല, ബഹുനിശ്ചയത്തോടെ നാം ഓടുവാൻ ഇടയായി തീരണം. നമ്മുടെ പുരോഹിതനെ, അപ്പസ്തോലനെ ശ്രദ്ധിച്ച് നോക്കണമെന്ന് ഇവിടെ പറയുകയാ. എന്തിനു വേണ്ടിയാ? അവൻ ക്രൂശിനെ സഹിച്ചു. അതുകൊണ്ട് നമുക്ക് അവനെ ശ്രദ്ധിച്ചു നോക്കാം. ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് ഉയരത്തിലിരിക്കുന്ന ആ കർത്താവിനെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആ ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തുവാനായിട്ട് ഇടയായി തീരണം. അതുപോലെ നമ്മുടെ ഉള്ളിലെ ക്ഷീണവും മടുപ്പും മാറുവാൻ നാം നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ച്
നോക്കണം. നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നമുക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു വരുമ്പോൾ, സംഖ്യാപുസ്തകം ഞാൻ എടുത്തു വായിപ്പിക്കുന്നില്ല, സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, ജനം വളരെയധികം പിറുപിറുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് അവർ പിറുപിറുക്കുവാൻ ഇടയായി തീർന്നത്? വഴിയുടെ ദൂരം അവരെ തളർത്തുവാൻ ഇടയായി തീർന്നു. വഴിയുടെ ദൂരം അവരെ ക്ഷീണിപ്പിക്കുവാൻ ഇടയായി തീർന്നു. വഴിയുടെ ദൂരം അവരെ ക്ഷീണിപ്പിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ മടുപ്പ് വരുവാൻ ഇടയായി തീർന്നു. അവരുടെ ഉള്ളിൽ മടുപ്പ് വന്നപ്പോൾ അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങി. ഇന്നു രാത്രി ദൈവാത്മാവ് ചോദിക്കുകയാ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്ഷീണിച്ചു മടുക്കുന്നുണ്ടോ? പിറുപിറുപ്പ് അവോയ്ഡ് ചെയ്യുക, പിറുപിറുപ്പ് ഉപേക്ഷിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരോ, ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇടയായി തീരോ. ഇസ്രായേൽ ജന വഴിയുടെ ദൂരം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, കഷ്ടതയുടെ ആഴം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, പിറുപിറുപ്പിന്റെ അനുഭവത്തിലേക്ക് അവർ എത്തപ്പെട്ടു. അനവധി പേർ സംഹരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അനവധി പേർ ഇല്ലാതായി തീരുവാൻ ഇടയായി തീർന്നു. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, ഉള്ളിലെ ക്ഷീണവും മടുപ്പും മാറ്റി ഈ ദിവസങ്ങളെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇടയായി തീരുമോ? മനസ്സ് ക്ഷീണിച്ച ഏലിയാവ് ഇതാ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുകയാ. ഒറ്റ ആഗ്രഹം മാത്രമേ ഏലിയാവിന്റെ ജീവിതത്തിലുള്ളൂ. എന്താ അവന്റെ ജീവിതത്തിലെ ആഗ്രഹം? എനിക്ക് മരിച്ചാൽ മതി, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് മരിച്ചാൽ മതിയെന്ന് ഇച്ഛിച്ചുകൊണ്ട് അവൻ ഇതാ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുകയാണ്. തലേ രാത്രി, തലേ ദിവസം, തലേ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വലിയ ശുശ്രൂഷ ചെയ്തവൻ, വലിയ ശുശ്രൂഷ ചെയ്തവൻ, എന്നാൽ ജീവിതത്തിൽ നനച്ചിരിക്കാത്ത സമയത്താ തന്റെ ജീവിതത്തിൽ ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്ക് തന്നെ ഭയപ്പെടുത്തുവാൻ ഇടയായി. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നിന്നെ ഭയപ്പെടുത്തുന്ന ചില ചിന്തകൾ, നിന്നെ നിരാശപ്പെടുത്തുന്ന ചില ചിന്തകൾ, നിന്നെ ഭാരപ്പെടുത്തുന്ന ചില ചിന്തകളെ ഇന്നു രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുമ്പോ നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിക്കുമോ? നിന്റെ അരുമനാഥൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? നിന്റെ മടുപ്പ് മാറ്റുവാൻ, നിന്റെ ക്ഷീണം മാറ്റുവാൻ. യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. വഴിയുടെ ദൂരം ജീവിത മണ്ഡലത്തിലുണ്ടെങ്കിലും തളർന്നു പോകാത്ത ഒരു ഭക്തനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഏലിയാവിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, നമുക്കവിടെ അറിയുവാൻ കഴിയുന്നത്, ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ താൻ ക്ഷീണിച്ചു പോകുവാനിടയായി, താൻ തളർന്നു പോകുവാനിടയായി. 18-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ ശക്തിയോടെ നിന്നവൻ, ദൈവത്തിനു വേണ്ടി ശക്തിയോടെ നിന്നവൻ, ബാലിന്റെ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും വെട്ടി നശിപ്പിച്ചവൻ, സകല വിഗ്രഹങ്ങളെയും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയവൻ. അടുത്ത ദിവസം നോക്കുമ്പോൾ തളർന്ന് മരിച്ചാൽ മതി, മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ എന്ന് പറഞ്ഞ് എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അവിടെ ഇട്ടവനെ തകർത്ത് കളയുവാൻ ദൈവം ആഗ്രഹിച്ചില്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി നിന്നവനെ തകർത്ത് കളയുവാൻ
അവൻ ആഗ്രഹിച്ചതുപോലെ, അവൻ ചിന്തിച്ചതുപോലെ അവിടെ കിടന്ന് മരിക്കുവാനുള്ളവനല്ല ഏലിയാവ്. കർത്താവിന് വേണ്ടി ശക്തമായി ഓടുവാനുള്ളവനായി ഏലിയാവ്. അവനെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദൂതൻ അവിടേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് അവനെ തട്ടി അവനോട് പറയുക, എഴുന്നേറ്റോ, എഴുന്നേറ്റ് തിന്നുക, ഇതാ നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാ. അഭിഷിക്തദാസന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. നിരാശയുടെ പടുകുഴിയിൽ കിടന്ന് ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിക്കുവാൻ ആഗ്രഹിച്ച് ഇതുവരെ മതി കർത്താവേ, ഇനി എന്റെ ജീവനെ അങ്ങ് എടുത്തോണേ, ഇനി എനിക്ക് ഓടുവാൻ ശക്തിയില്ല, എനിക്കിനി പ്രവർത്തിപ്പാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുകയാ, എഴുന്നേൽക്ക, എഴുന്നേൽക്ക, നീ ഒന്ന് എഴുന്നേൽക്ക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. നിനക്ക് വേണ്ടുന്നത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടുന്നത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്, നീ മടുത്തു പോകരുത്. എന്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ഇരിക്കുന്ന ഇടത്ത് അവൻ കിടന്നുറങ്ങുമ്പോൾ മുമ്പിലൊന്നുമില്ല, അവന്റെ കരങ്ങളിലൊന്നുമില്ല. എന്നാൽ അവൻ എഴുന്നേറ്റ് ഉണർന്നു നോക്കുമ്പോൾ കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. ഈ രാത്രി ഉള്ളിലെ ക്ഷീണം മാറണം, മടുപ്പ് മാറണം. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി കർത്താവ് ജീവൻ തന്നു. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി ദൈവാത്മാവ് പറയുകയാ, നീ ക്ഷീണിച്ചു പോകരുത്, നീ മടുത്തു പോകരുത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാഥന്റെ കരമുണ്ട്. രാജ്യസിസ്റ്ററെ, ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ക്ഷീണമുള്ളിൽ തട്ടുമ്പോൾ നീ ഭാരപ്പെട്ടു പോകുകയല്ല, മറിച്ച് നിന്നെ വിളിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തുവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാ. ഉള്ളിലെ മടുപ്പ്, ഉള്ളിലെ ക്ഷീണം നിന്നെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ ഇന്നു രാത്രി ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാ. ഇല്ലവേ ഇല്ല, നിനക്ക് വേണ്ടി ചില കരുതലുകൾ നീ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ നിനക്ക് വേണ്ടി ഞാൻ നൽകി തരുവാൻ ശക്തനായവനാ. ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചു പോകണ്ട, എന്റെ മുഖത്തേക്ക് നോക്കിക്കോ. ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ. ചില വാക്കുകൾ നിന്നെ ക്ഷീണിപ്പിച്ച്, ചില വാക്കുകൾ നിന്നെ ഒതുക്കിക്കളയുവാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നീ ക്ഷീണിച്ചു പോകരുത്, നീ മടുത്തു പോകരുത്. ഇതാ നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ മുമ്പിലുണ്ട്. നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്, ചില യാത്രയുടെ വഴി നിന്റെ മുൻപിലുണ്ട്. നീ ഓടുവാനുള്ള ശക്തി ഈ ദിവസങ്ങളിൽ പ്രാപിക്കട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാ. ഇവൻ ഏലിയാവ് അത് തിന്നുകുടിച്ചു, എന്നിട്ട് വീണ്ടും അവിടെ കിടന്നുറങ്ങി. അവനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടന്നുറങ്ങരുതേ, നീ എഴുന്നേറ്റോ, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്, നിനക്ക് ഈ ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അവിടെ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. പല സന്ദർഭങ്ങളിൽ അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കി, ഒഴിഞ്ഞു മാറി പോകുവാൻ നോക്കി. എന്നാ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നു. അവനെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു, അവനെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് ചില ശുശ്രൂഷകൾക്ക് അവനെ ഒരുക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ചിലരെ ഒരുക്കുവാൻ തക്കവണ്ണം, ചിലരെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ, ചിലരെ ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുവാൻ, ചിലരെ ആക്കി വെക്കുവാൻ, ശുശ്രൂഷകൾക്ക് ചിലരെ ആക്കി വെക്കുവാൻ പ്രത്യേക നിയോഗത്തോടെ അഭിഷിക്തരെ ഞാൻ നിന്നെ അയക്കുമ്പോൾ ഈ ദിവസങ്ങള് മാറിയിരിക്കുകയല്ല. ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുത്തു വെക്ക്. ചില ദൈവ പ്രവൃത്തിയുടെ ആഴം കാണുവാനിടയായി തീരും. ഉള്ളിലെ ക്ഷീണം മാറ്റാൻ, ഉള്ളിലെ മടുപ്പ് മാറ്റാൻ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക. ഇതാ
കർത്താവിന്റെ മുഖത്തേക്ക് ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ നമ്മളെ നിർത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പാപത്തോട് പോരാടി നാം കിരീടം പ്രാപിക്കാൻ കർത്താവിന്റെ മുഖത്തേക്ക് നാം ശ്രദ്ധിച്ചു നോക്കണം. പാപത്തിന്റെ പടുകുഴിയിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ 12-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 12-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഒരു പക്ഷിയുടെ കഥ ഇങ്ങനെ വായിക്കുവാൻ ഇടയായി തീർന്നു. എർമിൽ എന്ന് പറയുന്ന തണുപ്പ് രാജ്യത്ത് ജീവിക്കുന്ന ഒരു പക്ഷിയാ. എർമിൽ എന്ന് പറയുന്ന ഒരു പക്ഷി, അതിന്റെ തൂവലുകളൊക്കെ വെള്ള നിറത്തിലുള്ള തൂവലുകളാ. നല്ല വെള്ള നിറമുള്ള പക്ഷിയാ. ഈ പക്ഷി ഒരിക്കലും ഇതിന്റെ മേത്ത് അഴുക്ക് പുരളാൻ ഇത് ആഗ്രഹിക്കുന്നില്ല. അഴുക്ക് പുരളുന്നിടത്ത് ഇത് പോയി ഇരിക്കത്തുമില്ല. രാവിലെ ഈ പക്ഷി കൂടിനകത്തിൽ നിന്ന് വെളിയിലിറങ്ങി തീറ്റ തേടി പോകും. വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഇത് കൂട്ടിലേക്ക് കടന്നു വരും. എന്നാൽ വേട്ടക്കാർക്ക് ഇതിനെ പിടിക്കുവാൻ തോന്നുമ്പോൾ വേട്ടക്കാർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ എർമിൽ പക്ഷിയുടെ കൂടിന്റെ ചുറ്റും കൊണ്ടുവന്ന് ചള്ള തേച്ചു വെക്കും, ചേറ് തേച്ചു വെക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ ചേറ് തേച്ചു വെച്ചാൽ ഈ എർമിൽ പക്ഷി ഒരിക്കലും ഈ കൂടിനകത്തേക്ക് കയറത്തില്ല. കാരണം അതിന്റെ ദേഹത്ത് ചേറ് പറ്റാൻ അത് അനുവദിക്കത്തില്ല. അതുകൊണ്ട് അത് പുറത്തിരിക്കും. അത് പുറത്തിരിക്കുന്നത് കാണുമ്പോ വേട്ടക്കാര് വന്ന് അതിനെ പിടിച്ചെടുത്തോണ്ട് പോകും. പക്ഷെ അതിനൊരു കാര്യം അറിയാം, എന്ത് വിഷയം വന്നാലും എന്റെ ശരീരത്തിൽ ചേറ് പുരളാൻ, എന്റെ തൂവലിൽ ചേറ് പുരളാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ജീവൻ ഒരു പക്ഷെ നഷ്ടമാകാം, പക്ഷെ എന്റെ ശരീരത്തിൽ ചേറ് പുരളാൻ ഞാൻ അനുവദിക്കത്തില്ല. പാപത്തോട് പോരാടി നിൽക്കുവാനുള്ള ആ വലിയൊരു വ്യഗ്രത ആ ഒരു പക്ഷിക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പാപത്തോട് പോരാടി നിൽക്കുവാൻ ഇടയായി തീരണം. പാപത്തോട് നാം പോരാടി പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുവാൻ ഇടയായി തീരണം. ഒരു വല്ലാത്ത ലോകത്തിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അനുഭവങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നു പോകുന്നത്. പാപം ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളുകളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കെ എന്നോ ഒരു നാളും അരുത്. പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നല്ല, ഒരു നാളും അരുതെന്ന് റോമാലേഖനത്തിൽ പറയുകയാ. നമുക്ക് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടത് നാം പാപം ചെയ്യുവാൻ വേണ്ടിയല്ല, നമ്മെ വിടുവിച്ച ഒരു ദൈവം നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്ന ആ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ നിശ്ചയമായും ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. കർത്താവ് നമുക്ക് ബാലശിക്ഷയൊക്കെ നൽകി തരും കേട്ടോ. എന്നാൽ ബാലശിക്ഷ കണ്ടിട്ട് നാം ഭയപ്പെട്ടു പോകേണ്ട. താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ബാലശിക്ഷ കൊടുത്ത് അവരെ മടക്കി കൊണ്ടുവരുവാൻ ഇടയായി തീരും. നാം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് നമുക്ക് ദൈവം ബാലശിക്ഷ തന്ന് നമ്മെ കർത്താവ് മടക്കി കൊണ്ടുവരുവാൻ ഇടയായി തീരും. നാം ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. പാപം ചെയ്യേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. നമ്മുടെ പാപത്തിന് വേണ്ടി നാം കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിന് അവന്റെ കൈമേൽ ആണിയടിച്ചു. നാം കാലുകൾ കൊണ്ട് അരുതാത്ത സ്ഥാനത്ത് പോയതിന് അവന്റെ കാലിന്മേൽ ആണിയടിക്കുവാനിടയായി തീർന്നു. നാം അരുതാത്തത് ചിന്തിച്ചതിന് അവന്റെ തലയിൽ മുൾക്കിരീടം വെക്കുവാനിടയായി തീർന്നു. ഇന്നു രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപത്തോട് നാം പോരാടണം. പാപത്തോട് പോരാടി നാം ജയിക്കുവാനിടയായി തീരണം. ഇനി
നമ്മുടെ നാഥൻ വരുവാൻ അധിക സമയമില്ല. ഏതു നിമിഷവും നമ്മുടെ നാഥൻ കടന്നു വരുവാൻ ഇടയായി തീരും. നമ്മുടെ നാഥൻ വരുമ്പോൾ നമുക്ക് നാഥനോടൊപ്പം പോകണമെങ്കിൽ നിശ്ചയമായും നമുക്ക് വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനിടയായി തീരണം. ഈ 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിങ്ങളൊന്ന് നോക്ക്. അവനാരാ? വിശ്വാസത്തിന്റെ നായകനാ. നമ്മുടെ കർത്താവാരാ? വിശ്വാസത്തിന്റെ നായകനാ. സമാധാനത്തിന്റെ ദൈവമാ നമ്മുടെ കർത്താവ്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം നാം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രവചിക്കുന്നവനോ ആത്മിക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ, സമാധാനത്തിന്റെ നായകൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അവൻ ശക്തീകരിക്കുവാനിടയായി തീരോ. സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനിടയായി തീരോ. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ആരാണ്? ജീവന്റെ നായകനാണ്. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ നായകനാ. അതുകൊണ്ടാ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. നമ്മുടെ ദൈവമാരാ? സമാധാനത്തിന്റെ ദൈവമാ. നമ്മുടെ നായകൻ സമാധാനത്തിന്റെ നായകനാ. നമ്മുടെ ദൈവമാരാ? ജീവന്റെ നായകനാ. ജീവൻ നമുക്ക് നൽകിത്തരുന്ന നായകനാ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, അതുകൊണ്ട് നമുക്ക് ബലമേറ്റെടുക്കാം. നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ അവനെ ചേർച്ചുമന്നുകൊണ്ട് ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ കൊണ്ടുവന്ന് ഇരുത്തും. പത്രോസും യോഹന്നാനും അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതാ ഈ മുടന്തനായ മനുഷ്യൻ അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അവരെ ഉറ്റുനോക്കുവാനിടയായി. അവരെ ഉറ്റുനോക്കുമ്പോൾ അവൻ ഒരിക്കലും ചിന്തിച്ചില്ല, അവന്റെ ജീവിതത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടി യാതൊന്നവൻ ചിന്തിച്ചില്ല. ഇന്നു രാത്രി ദൈവാത്മാവ് പറയുകയാ, ജീവിതത്തിൽ അവൻ ഒരിക്കലും പുറത്തു വരുമെന്ന് അവൻ ചിന്തിച്ചില്ല, അവന് നടക്കാൻ പറ്റുമെന്ന് അവൻ ചിന്തിച്ചില്ല, മറ്റുള്ളവരെ പോലെ പോകുവാൻ കഴിയുമെന്ന് ചിന്തിച്ചില്ല. അമ്മയുടെ ഗർഭം മുതൽ അവൻ മുടന്തനായിട്ട് ജനിച്ചു വീണതുപോലും പുറത്തു വന്നവൻ നടന്നിട്ടില്ല. അവന്റെ ജീവിതം മാറി മറിയുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. എന്നാൽ നനച്ചിരിക്കാത്ത സമയത്ത് അപ്പോസ്തലന്മാർ അവിടേക്ക് കടന്നു ചെല്ലുവാനിടയായി തീർന്നത്. അവർ പ്രാർത്ഥനാ സമയത്ത് അവിടെ കടന്നു ചെല്ലുമ്പോൾ ഇതാ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവന് അവർ ഭിക്ഷ ചോദിപ്പാൻ അവിടെ കൊണ്ടുവന്നിരുത്തിയത്. അവനെ കൊണ്ടുവന്നിരുത്തിയവർക്ക് ചില ലക്ഷ്യമുണ്ട് കേട്ടോ. അവനെ കൊണ്ടുവന്നിരുത്തിയവർക്ക് ചില ലക്ഷ്യമുണ്ട്. അവനെ കൊണ്ട് ചിലതവർക്ക് നേടിയെടുക്കണം. എന്നാൽ അവിടെ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുവാനിടയായി. എന്തെങ്കിലും അവൻ അന്നത്തേക്ക് ജീവിക്കാനുള്ളത് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയ അവൻ പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കിയത്. എന്നാൽ അന്ന്
പകൽ അവന്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. അവന്റെ ജീവിതത്തെ മാറ്റി മറിക്കുകയായിരുന്നു. ഇന്നു രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി പറയുകയാ, നിന്റെ ജീവിതത്തിൽ ചിലതിനെ മാറ്റുവാൻ നീ ചിന്തിക്കുന്നതിലപ്പുറമായി, നീ വിചാരിക്കുന്നതിലപ്പുറമായി ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാഥന്റെ കരം ഇതാ നിന്റെ വിഷയത്തിന്റെ മേൽ ചലിച്ചു തുടങ്ങുകയാ. ഇതാ നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ നീ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ലോകം നിന്നെ നോക്കി വിധി എഴുതും. ലോകം നിന്നെ നോക്കി പറയും, അല്ലവേ അല്ല കേട്ടോ, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ ഇതാ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തകരപ്പെട്ടവൻ ഇതാ നിന്റെ അടുക്കലേക്ക് അവൻ കടന്നു വരികയാ. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റ് നോക്കി. അവനെ ഉറ്റുനോക്കിയപ്പോൾ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയ ത്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ നന്നായി അറിയുന്നവൻ, നിന്റെ അവസ്ഥ അറിയുന്നവൻ, ലോകം നീ ഇനി എഴുന്നേൽക്കത്തില്ല, ലോകം പറയും നീ ഇനി എഴുന്നേൽക്കത്തില്ല, നിനക്കിനി ജീവനില്ല, നിനക്കിനി ഒന്നും സാധിക്കത്തില്ലെന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോൾ ഇന്നു രാത്രി ദൈവാത്മാവ് പറയുകയാ, ലോകത്തിന്റെ വിധിയെഴുത്തുകളെ മാറ്റി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടും. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടും. ക്രിസ്തു നിനക്ക് വേണ്ടിയാ കാൽവറിയിൽ തകർക്കപ്പെട്ടത്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ രോഗങ്ങൾക്ക് വേണ്ടി, നിന്റെ അതിക്രമത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടുവെങ്കിൽ ജീവനായകനായവൻ ഇതാ നിനക്ക് ശക്തി പകരുവാൻ, നിനക്ക് വിടുതൽ പകരുവാൻ ഇതാ നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവൻ കുതിച്ചെഴുന്നേറ്റു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കർത്താവിനെ നോക്കാൻ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവരെ ഒന്ന് നോക്കിയേ. ഇന്ന് രാത്രി ഏത് വിഷയമായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരുമോ? സമ്പൂർണമായി ഒന്ന് സമർപ്പിക്കുവാൻ ഇടയായി തീരുമോ? നിശ്ചയമായും നിനക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കുവാൻ ഇടയായി തീരും. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചു. ഇന്നു രാത്രി നിന്റെ വലം കൈക്ക് പിടിക്കുവാൻ ഇതാ നിനക്കായി അയക്കപ്പെട്ട അപ്പസ്തോലൻ, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ മഹാപുരോഹിതൻ ഇതാ നിന്റെ വലം കൈക്ക് പിടിക്കുകയാ. നിന്റെ വിഷയത്തിനെ അവന്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്കുമോ? നിന്റെ വിഷയത്തെ ആ കരങ്ങളിൽ ഒന്ന് കൊടുക്കുവാൻ തയ്യാറാകുമോ? നിശ്ചയമായും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരം നിന്റെ കണ്ണിൻ മുമ്പിൽ നിനക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവന്റെ കാലും നരിയാണിയും ക്ഷണത്തിൽ ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ലോകം പറഞ്ഞു
പറഞ്ഞു ഇനി ഇവൻ നടക്കത്തില്ല. ലോകം പറഞ്ഞു ഇനി ഇവനെ ഒന്നിനും കൊള്ളത്തില്ല. ലോകം പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടി ചിലത് മേടിക്കുവാൻ മാത്രമേ ഇവന് കഴിയത്തുള്ളൂ എന്ന് ലോകം പറഞ്ഞു. എന്നാൽ ഇന്നു രാത്രി ദൈവം പറയുകയാ, പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാ, ലോകത്തിന്റെ വിധി എഴുത്തുകളെ മാറ്റി, ലോകത്തിന്റെ പറച്ചിലുകളെ മാറ്റി, ഇതാ നിനക്ക് വേണ്ടി കർത്താവിന്റെ കരം ചലിക്കുകയാ. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ലോകം ചിന്തിക്കുന്നത് പോലെയല്ല, ലോകം പറയുന്നത് പോലെയല്ല. ഇതാ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു കർത്താവ്, അവൻ ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. നമ്മുടെ നായകൻ, വിശ്വാസത്തിന്റെ നായകൻ, വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, അവൻ പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവാ. ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി ഒന്ന് നോക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? ആ കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, വിശുദ്ധ സഹോദരന്മാരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ, മഹാപുരോഹിതൻ, ഇതാ നമുക്ക് വേണ്ടി തകരപ്പെട്ട കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് ആ മഹാപുരോഹിതൻ ഉയരത്തിൽ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയാ. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ് എത്രയും വേഗത്തിൽ നമ്മെ ചേർക്കുവാൻ വരും. നമ്മുടെ